ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഡിവിഷൻ ടാഗാണ്. DIV എന്ന് പറയുന്ന ടാഗാണ്. ഈ DIV എന്ന് പറയുന്ന ടാഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാഗാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റൊക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് DIV എന്ന് പറയുന്ന ടാഗ്. ഈ div ടാഗ്, അതായത് ഡിവിഷൻ ടാഗ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കുറച്ച് കണ്ടൻസ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ കണ്ടൻറ്റുകളെല്ലാം ഗ്രൂപ്പ് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള ആ ഡിവിഷൻ ടാഗിൻ്റെ ഉള്ളിലുള്ള എല്ലാ കണ്ടൻറ്റിനെയും നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ആട്രിബ്യൂട്ട്സ് കൊടുക്കുക. അതായത് ആ ഡിവിഷൻ ടാഗിൻ്റെ ഉള്ളിലുള്ള എല്ലാ ടെക്സ്റ്റിനും ചിലപ്പോൾ അതിൻ്റെ സൈസ് ഇത്രയായിരിക്കണം. അതിപ്പോൾ ചിലപ്പോൾ ഹെഡിങ്ങുകൾ ഉണ്ടാവാം, അതിൻ്റെ ഉള്ളിൽ പാരഗ്രാഫുകൾ ഉണ്ടാവാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രോപ്പർട്ടീസ്, അതായത് ഇപ്പോൾ അതിൻ്റെയൊക്കെ സൈസ്, അതിൻ്റെയൊക്കെ കളർ, അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരുമിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഡിവിഷൻ ടാഗിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തി കഴിഞ്ഞാൽ, അതായത് ഡിവിഷൻ ടാഗിൻ്റെ ഉള്ളിൽ ഈ കണ്ടൻസ് എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ഡിവിഷൻ ടാഗിൽ ഒരു പ്രത്യേക സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റൈൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കണ്ടൻസിനും ബാധകമായിട്ട് വരും. അപ്പോൾ അതാണ് ഡിവിഷൻ ടാഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ ഇവിടെ ഒരു ഹെഡിങ് ഉണ്ട്. ഹെഡിങ് ഡിവിഷൻ ടാഗ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട്. ഇനി അത് കഴിഞ്ഞ ശേഷം ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ പാരഗ്രാഫിൻ്റെ ഉള്ളിൽ div ടാഗ് ഈസ് യൂസ് ടു ഡിവൈഡ് ദ HTML ഡോക്യുമെൻറ്റ് ഇൻ ടു പാർട്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബ്രേക്ക് ചെയ്ത് ഒരു ന്യൂ ലൈൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കണ്ടൻസ് എല്ലാം, അതായത് ഹെഡിങ്ങും ഈ പാരഗ്രാഫും ഒക്കെ നമ്മളൊരു div ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കാം. ഈ div ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നു. ഞാനത് കഴിഞ്ഞ് div ടാഗ് ഒരു കണ്ടെയ്നർ ടാഗാണ്. ആ ഡിവിഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇനി നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ഒരു ഡിവിഷൻ ടാഗ് മാത്രമായിരിക്കില്ല, പല ഡിവിഷൻ ടാഗുകൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഡിവിഷൻ ടാഗ് തന്നെ പല ഡിവിഷൻസ് ഉണ്ടാവും. അപ്പോൾ ഓരോ ഡിവിഷനും നമ്മൾ കൃത്യമായിട്ട് div ടാഗുകൾ കൊടുക്കും. അപ്പോൾ ഓരോന്നും കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി, ഏത് ഡിവിഷനാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് എന്ന് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡിവിഷന് നമ്മളൊരു ആട്രിബ്യൂട്ട് കൊടുക്കും. ID എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് കൊടുക്കും. ഈ ID വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഡിവിഷൻ ടാഗുകളെയും കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ ഏത് ഡിവിഷൻ ടാഗ്, ഇപ്പോൾ 2-3 ഡിവിഷൻ ടാഗ് ഉണ്ടെങ്കിൽ അതിൽ ഓരോന്നിനും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ID ടാഗിൻ്റെ ഉള്ളിൽ വാല്യൂ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് യുണീക്ക് ആയിട്ടുള്ള, അതായത് മറ്റുള്ളതിന് കൊടുക്കാത്ത ഒരു ID ഈ ഒരു ഡിവിഷൻ ടാഗിന് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ വേറെ ഡിവിഷൻ ടാഗുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഈ ഒരു ഡിവിഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എഡ്വെയർ എന്ന് ഇതിൻ്റെ ID കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഡിവിഷൻ ടാഗ് എഡ്വെയർ എന്ന IDയിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഡിവിഷൻ ടാഗിനെ ഈ എഡ്വെയർ എന്ന ID വെച്ച് നമ്മൾ കോൾ ചെയ്യും. അതായത് ഇപ്പോൾ സാധാരണ നമ്മൾ സ്റ്റൈലിംഗ് ഒക്കെ കൊടുക്കുക, അതായത് ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ സ്റ്റൈലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മളെല്ലാവരും HTMLലേക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മളെല്ലാം സ്റ്റൈലുകളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ CSS യൂസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളിതിൻ്റെ സ്റ്റൈലിംഗ് കൊടുക്കുക. അതെന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, പക്ഷേ എങ്കിലും പറയുകയാണ്. അതായത് ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ മാറ്റുന്നത് ഈ HTML തന്നെ ആയിരിക്കില്ല, CSS എന്ന് പറയുന്ന വേറെ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടായിരിക്കും, കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആ CSSൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു ഐഡൻറ്റിഫയർ, അതായത് ഈ എഡ്വെയർ എന്നുള്ള ID യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഡിവിഷൻ്റെ ഉള്ള എല്ലാത്തിൻ്റെയും കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നത്, ഓരോ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ID കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ നമുക്ക് ഈ ഡിവിഷൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളെയും ഒരുമിച്ച് അലൈൻ ചെയ്യണം. അതെല്ലാം സെൻട്രൽ അലൈൻ ചെയ്യണം. ഈ ഡിവിഷൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും സെൻട്രലിലേക്ക് അലൈൻ ചെയ്യണം എന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡിവിഷൻ ടാഗിൻ്റെ ഉള്ളിൽ അലൈൻ എന്ന ആട്രിബ്യൂട്ട് നമുക്ക് യൂസ് ചെയ്യാം. അലൈൻ എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ റൈറ്റ് എന്ന് കൊടുക്കുകയാണ്. അലൈൻ്റെ വാല്യൂ സേവ് ചെയ്യുന്നു. ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഡിവിഷൻ ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തിരുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ഒരു ഹെഡിങ് ഉണ്ടായിരുന്നു, ഒരു പാരഗ്രാഫ് ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും റൈറ്റിലേക്ക് അലൈനായി. അതുപോലെ തന്നെ ഇതിന് കൊടുക്കാവുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെഫ്റ്റ് കൊടുക്കാം, റൈറ്റ് കൊടുക്കാം, സെൻറ്റർ കൊടുക്കാം, ജസ്റ്റിഫൈ കൊടുക്കാം. ഈ 4 വാല്യൂസ് നിങ്ങൾ നേരത്തെ പഠിച്ചിരിക്കുന്ന വാല്യൂസാണ്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്റ്റൈൽ കൊടുക്കാം. അതായത് ഇപ്പോൾ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വാല്യൂ ആയിട്ട് നമ്മളിപ്പോൾ കളറാണ് കൊടുക്കേണ്ടെങ്കിൽ കളർ എന്നുള്ളത് കൊടുത്തിട്ട് ഒരു കോളൻ കൊടുത്തതിന് ശേഷം ആ കളർ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ റെഡ് ആണെങ്കിൽ റെഡ് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിവിഷൻ്റെ ഉള്ളിലുള്ള എല്ലാ കണ്ടൻസിനും ആ കളർ വരും. അതായത് ഇപ്പോൾ ഈ ഡിവിഷൻ്റെ ഉള്ള ടെക്സ്റ്റാണ്, ആ ടെക്സ്റ്റിന് എല്ലാത്തിനും ഇപ്പോൾ നമ്മൾ റെഡാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തത്. അപ്പോൾ ആ റെഡ് എന്നുള്ള കളർ ഈ ഡിവിഷൻ്റെ ഉള്ള എല്ലാ കാര്യങ്ങൾക്കും വരും. ഈ ഒരു വെബ് പേജിൻ്റെ കേസിൽ നമ്മൾ കുറച്ച് ടെക്സ്റ്റുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നമ്മൾ സാധാരണ കാണുന്ന വെബ് പേജിലൊക്കെ പല ടൈപ്പ് കണ്ടൻസ് ഉണ്ടാവും. അതെല്ലാം പല സൈഡുകളിൽ പല രീതിയിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ചില ഹെഡിങ്ങൾക്ക് മാത്രം തന്നെ കളർ കൊടുക്കണമെങ്കിൽ ആ ഹെഡിങ് എന്നുള്ള രീതിയിലൊക്കെ ID കൊടുത്തിട്ട് അതിന് മാത്രം നമ്മൾ ഈ CSSൽ കോൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. കുറച്ച് കോംപ്ലക്സ് ആണ്, അത് നിങ്ങൾ CSS പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. എങ്കിലും ഇതാണ് നമ്മുടെ div ടാഗിൻ്റെ യൂസ്, അതായത് ഡിവിഷനുകളായിട്ട് തിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. നമ്മളിനി അടുത്ത കാര്യങ്ങളൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും. താങ്ക് യു.